ഹലോ ഗൈസ്, ടെസ്റ്റ് ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് മധ്യപ്രദേശിലെ ബൈത്തൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോക്ക്ഡൗൺ ആണ്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ആണ്ടോ, ഫുൾ ലോക്ക്ഡൗൺ ആണ്. കടകളൊക്കെ അടച്ചിട്ടിട്ട് ലോക്ക്ഡൗൺ ആണ്. അത് ഹോളിയാണ്. അതുപോലെ ഇവിടെ ലോക്ക്ഡൗൺ ആയി 2 ദിവസത്തേക്ക് അല്ലേ, 2 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ആണ്. ഇത് കഴിഞ്ഞിട്ട് മാറ്റം വരുമോ ഇല്ലയെന്നറിയില്ല. ഇവിടെ കണ്ട ഫുൾ അവധിയാണ്. എല്ലാ ഷോപ്പുകളും വി ആർ ട്രാപ്പ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനും ഒന്നും പറ്റില്ല. ചെറിയ ചെറിയ ബൈക്കുകളും അങ്ങനെ അത്യാവശ്യമുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് ഓടുന്നത്. ഫുൾ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ഫുൾ ലോക്ക്ഡൗൺ, ഹർത്താൽ പോലെയാണ്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഒരു ചായക്കട തുറന്നിട്ടുണ്ട്. അത് ടൂറിസ്റ്റുകൾക്കുള്ളത് കൊണ്ട് ചായക്കട തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഭോപ്പാലിൻ്റെ അടുത്തല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇനിയും റെയിൽവേ സ്റ്റേഷനുണ്ട്, ബൈത്തൂൾ അല്ലേ. ബൈത്തൂൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തേരാപ്പാര ഇങ്ങനെ നടക്കുകയാണ്. അതല്ലേ, നമ്മളിങ്ങനെ കടകൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഓരോ ഗല്ലികളിലൂടെ നടക്കുകയാണ്. നമുക്ക് ഒരു ഗ്ലാസ് ചായ വല്ല വെള്ളവും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. കുറേ ദൂരം നടക്കണം. അവിടെ ഇവിടെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ, അതുകൊണ്ട് എല്ലാം ഇവിടെ കടകളൊക്കെ അവധിയാണ് മൊത്തത്തിൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. തേന്, അതുപോലെ ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള വെള്ളം, പിന്നെ ചായ കിട്ടിയിട്ടുണ്ട്. ഒരു കടയൊക്കെ തുറന്നിട്ടുള്ളൂ ഇവിടെ, അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ. അപ്പോൾ അതൊക്കെ പോരെ അരി അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ധാരാളം കഴിക്കല്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിവിടെ ചായ മേടിക്കാൻ വന്നതാണ്. ഇവിടെ ലോക്ക്ഡൗൺ ആണ്, പക്ഷേ ഇവർ ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു സമൂസ ഉണ്ടല്ലേ, ഒരു പ്രത്യേകതരം മോഡലാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചെടുത്താണ്. ഒരു നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതല്ല, അതിന് വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണ്. അങ്ങനെ നമുക്ക് അവസാനം ഇതാ ഒരു കടയിൽ നിന്ന് എന്തൊക്കെ കിട്ടിയേ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോവാം. വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് റൂം? ഇതാ റൂം കാണുന്നില്ല. റൂം എത്തി. ഇതിൻ്റെ നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. 2 വണ്ടിയും കിടപ്പുണ്ട്. കഴിഞ്ഞാ നമ്മളെ വണ്ടിയൊക്കെ ഇതാണ്ടോ, വണ്ടിയൊക്കെ ഒരു ഹോളി ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫുള്ള് കളറാക്കിണ്ടാ, മൊത്തം വണ്ടിമേ കളറാക്കിന്ന്. നമ്മളെന്താ പാർക്ക് ചെയ്തതാണ്. ഇതല്ലേ, മൊത്തത്തിൽ വണ്ടിയൊക്കെ എന്താ കളറിൽ കുളിപ്പിച്ചിട്ടുണ്ടാ. ഇപ്പോൾ ഇരിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റില്ല. ഫുള്ള് ഒരു വണ്ടിയൊക്കെ നമ്മൾ ഹോളി നടത്തിയിട്ടുണ്ട്. ഹാപ്പി ഹോളി. അങ്ങനെ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച്, അതായത് റൂമിലെത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ഒറ്റടിക്ക് ചായ കൊണ്ട് വെച്ചിട്ടില്ലെന്ന് വെക്കണം. നമ്മൾ ചായക്ക് വേണ്ടി ചോദിച്ചിട്ടില്ലേ. ഇവിടെ ഹോളി ആയിട്ട് നമുക്ക് ലഡു കിട്ടി. പിന്നെ എന്തോ ഒരു സാധനം മുക്കുണ്ട്, ചായ ഉണ്ട് അല്ലേ. പിന്നെന്താ ഉണ്ടല്ലോ തേന്, നമുക്ക് രാവിലെ ബ്രെഡ് തന്നാ തേന്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്, കാരണം ഹോട്ടലൊന്നും ഇല്ല. ചായ ഒഴിക്കൂ. ക്യാമറ നിങ്ങൾ കണ്ടിട്ട് നെട്ടണ്ട. ഗ്ലാസ് കണ്ടിട്ട് ഇവിടെ ഗ്ലാസിന്റെ വലുപ്പം കണ്ടില്ലേ, ഇത് അത്രേ ഉള്ളൂ ഗ്ലാസ്. ഉണ്ടാ, ആകെ നോക്കി നോക്ക്. ഒരു വിരലിൻ്റെ ഇതാണ്ടാ, എൻ്റെ വിരലുണ്ടാ, ഈ വിരലിൻ്റെ പകുതിയുള്ളൊരു ഗ്ലാസ്. ഈ ഗ്ലാസ്സിലാണ് നമ്മൾ ചായ കുടിക്കുന്നത്. നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫ്ലാസ്കിലാണെങ്കിൽ ഒരു 10-12 ചായ ഉള്ളൂ, ഇവിടുത്തെ ചായ സത്യം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഭോപ്പാലിനടുത്ത്, ബൈത്തൂൾ എന്ന് പറഞ്ഞാൽ ഭോപ്പാലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3 മണിക്കൂർ റണ്ണിങ് ഉണ്ട് ഭോപ്പാലിലേക്ക്. നമ്മൾ ഇന്നലെ ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു, മിനിഞ്ഞാന്നും ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇന്നലെ അങ്ങനെ പെട്ടു. അതുകൊണ്ട് നമ്മളിവിടെ പെട്ടിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ ഏകദേശം ഇപ്പോൾ 6-7 മണിയായി. നമ്മളിവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടിയെല്ലാം അതാ സെറ്റ് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ട് എല്ലാം സെറ്റായി നിൽക്കുന്നുണ്ട്. ഇന്നലെ ഹോളി ആയതുകൊണ്ടുള്ള വണ്ടിയിലൊക്കെ ഫുള്ള് പൊടി ഇതൊക്കെ ഉണ്ട്, ഒക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് നേരെ ഇനി നെക്സ്റ്റ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്, ഭോപ്പാൽ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കുക. മറക്കാതെ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, കാണാം.
ഏതൊക്കെ കാട്ടുമുക്കിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 വരി പാത കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊരു ചെറിയൊരു ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റ് മുഴുവനായിട്ട് കാടാണ്. ഇപ്പോൾ മറ്റേ നമ്മുടെ സിനിമയിൽ ഇപ്പം പറഞ്ഞ പോലെ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് കേട്ടില്ല, അതുപോലുള്ളൊരു കാടാണ്. പക്ഷേ ഇത് ചെറിയൊരു ചുരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്ത് 4 വരി പാതയുടെ പണി നടക്കുന്നുണ്ട്, എന്നാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് ഒട്ടകങ്ങൾ മേച്ച് കൊണ്ടുപോകുന്ന കാണാം. ഏകദേശം രാജസ്ഥാനി ഡ്രസ്സാണ് ഇവർ, രാജസ്ഥാനികളാണെന്ന് തോന്നുന്നു. ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒട്ടകങ്ങളെ മരുഭൂമി എത്തിയിട്ടില്ല, പക്ഷെ രാജസ്ഥാനിനോട് അടുത്ത് ഇപ്പം ബോർഡറാണ് ഏകദേശം, അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ കാണുന്നെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ മുന്നോട്ടുള്ള കാഴ്ച എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. റോഡിലൂടെ ഒരുപാട് ആടുകൾ 2 സൈഡും, കാരണം 1000കണക്കിന് ആടുകളെ മേയിച്ചിട്ട് ഇതുപോലെ പോകുന്നൊരു കാഴ്ച കാണാം നമുക്ക്. അതുപോലെ നമ്മുടെ പ്രത്യേകം വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ വണ്ടി സർവീസിന് വെക്കണം. സെക്കൻഡ് സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇറ്റാർസിയാണ് അടുത്ത ടൗൺ. ഇറ്റാർസിയിൽ സർവീസിന് വെക്കണം. സർവീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ട് വിളിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ സർവീസ് സ്റ്റേഷനിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ അവരുടെ സർവീസ് സ്റ്റേഷൻ്റെ ചോദിച്ചപ്പം സർവീസിന് പെട്ടെന്ന് തരാം, 1 മണിക്കൂർ കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ. നമ്മളങ്ങനെ ഇപ്പോൾ സർവീസ് സ്റ്റേഷനിൽ, അത് വണ്ടിയുടെ സെക്കൻഡ് സർവീസാണ്. സർവീസിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് വണ്ടിയിൽ. മാത്രമല്ല സർവീസ് സെക്കൻഡ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വാറണ്ടിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സർവീസ് സ്റ്റേഷനിൽ വണ്ടി കയറ്റിയിട്ടുള്ളത്. ഇന്ന് 2 മണിക്കൂർ കണക്ക് സർവീസ് കിട്ടും. ഏകദേശം നമുക്ക് പെട്ടെന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പെട്ടെന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസും കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. സർവീസ് കഴിഞ്ഞ ശേഷം യാത്ര തിരിക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാർസിയിലാണ് നമ്മൾ സർവീസിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ സർവീസ് കഴിഞ്ഞിട്ട് മാത്രമേ യാത്ര തുടരുള്ളൂ. ഇവിടെ ലഗേജ് എല്ലാം ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട് ഇവർ. നമ്മളെ ഇതിലിവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ബാക്കിൽ അഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ സർവീസിന് കൊണ്ടുപോയിട്ടുണ്ട്, ഇതല്ലേ. അതുപോലെ നമ്മുടെ എൻഫീൽഡും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എൻഫീൽഡ് അതിൻ്റെ ഉള്ളിൽ അവർ കയറ്റി വെച്ചോന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ
വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇനി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇനി ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓടിച്ച് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സർവീസ് അഭി പൂരാ होगा അഭി വണ്ടിൻ്റെ സർവീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറക്കുകയാണ്. നമ്മുടെ വണ്ടിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങൾ നോക്കിയത് ഇവർ രണ്ടുപേരാണ്. നാം ദിലീപ് മറാഠ, ഉന്മേഷ്. അപ്പോൾ ഇവർ രണ്ടാളും നമ്മൾ വണ്ടി നോക്കിയത്. വണ്ടി പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹേന്ദ്രപാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. ഏകദേശം നെട്ടും ബോൾട്ടും ഒക്കെ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്തതിന് ശേഷം സർവീസ് കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വണ്ടി പുറത്തോട്ട് ഇറക്കുകയാണ്. അവർ നല്ല സർവീസാണ്. ഏകദേശം നമുക്ക് വേണ്ടിയിട്ടുള്ള ജില്ലയിൽ പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുവന്നു. അതുമാത്രമല്ല, അത് കൂടാതെ തന്നെ പെട്ടെന്ന് സർവീസ് ചെയ്യുന്നു ക്ലിയർ ആക്കി. നമ്മൾ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ, 2 മണിക്കൂർ ആയിട്ടില്ല, 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ 1 മണിക്കൂർ നമുക്ക് സർവീസ് ചെയ്തെന്ന്. അത് ഓക്കെ. അപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് സൂപ്പർവൈസ് ചെയ്ത്. മൻമോഹൻ സിംഗാറെ ഇവരാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് ഇവിടെ. അതുപോലെ അവർ സർവീസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ പേയ്മെൻറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സർവീസ് പുറത്തോട്ട് ഇറക്കാം. അത് ഇപ്പോൾ നമ്മുടെ സർവീസ് സ്റ്റേഷൻ ഇതാണ്, ഇറ്റാർസിയിൽ വന്നിട്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്തതിനെക്കാട്ടിയും കുറവ് പൈസയാണ്. ഏകദേശം 1375 രൂപയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ റേറ്റ് കുറവാണെന്ന് പറയാം അല്ലേ. ചെറിയ ഇതാ വന്നിട്ടുള്ളൂ. നമ്മുടെ ബില്ല് ഇതാണ്, 1367 രൂപ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവീസ് ഇനി കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് ഇനി നമ്മൾ ലഗേജ് കെട്ടി നേരെ പോവാം അല്ലേ. അങ്ങനെ വണ്ടി സർവീസ് ചെയ്യുന്ന ലഗേജ് കെട്ടുകയാണ്. മുമ്പ് വന്ന് ഒരുപാട് വണ്ടികളുണ്ട്. അതൊക്കെ അവരവിടെ പെൻഡിങ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്തു തന്നെ ഒരു നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ ബൈ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ ബ്രോ. भाई साहब നമ്മൾ ഇന്ന് ഉച്ചക്ക് നമ്മൾ സാധാരണ രാത്രിക്കാണ് നൂഡിൽസ് ഉണ്ടാക്കൽ. ഇന്ന് ഉച്ചക്ക്, കാരണം സമയമില്ല, വെക്കാനുള്ള സൗകര്യങ്ങളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കി. സിമ്പിളായിട്ട് അച്ചാറും അതുപോലെ അജു കൊടുന്ന അച്ചാറും നല്ല ഈത്തപ്പഴ അച്ചാർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇനി പോകുന്നത് എല്ലാ പറഞ്ഞ പോലെ രാജസ്ഥാനിക്ക് തന്നെയാണ്. പക്ഷേ ഇനിയും ദൂരങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നല്ലൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാനും ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തത്. എന്നാലും ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഉള്ള അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക.